ഹായ് ഓൾ, ഇതാ ചാമ്പയ്ക്ക സീസണാണ്. എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് ഐഡിയ ഉണ്ട്. ഒന്ന് വീഞ്ഞുണ്ടാക്കണം, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കണം. അപ്പോൾ വീഞ്ഞ് ഉണ്ടാക്കുന്നതിനോട് എനിക്കിപ്പം താല്പര്യമില്ല. കാരണം കുറച്ച് പറങ്കിപ്പഴം കിട്ടി, ഞാനത് വീഞ്ഞുണ്ടാക്കിയായിരുന്നു. ഇനിയിപ്പം വീഞ്ഞ് കുടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കപ്പോൾ അച്ചാറിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇതാദ്യമേ എല്ലാം ഒന്ന് ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഈ ഉപ്പിട്ട് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തൽക്കാലം ഇപ്പം ഇത് എടുത്ത് വെച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ വെറുതെ വെളിയിൽ ഉപ്പിലിട്ട് വെച്ചിട്ടിരുന്നാൽ അത് ചീത്തയാകാതിരിക്കും. അല്ലാതെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം ചീത്തയായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് വരാം. നമ്മൾക്ക് കിട്ടിയ ചാമ്പയ്ക്കയെല്ലാം തന്നെ നമ്മൾ അരിഞ്ഞ് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ ശേഷം ഒന്ന് കഴുകാം. കാരണം ഇതിൽ പുഴു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ അരിയുമ്പോഴായിരിക്കും അതിനകത്തൊന്ന് പുഴു ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഒന്ന് നമുക്ക് ഉപ്പിട്ടൊന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്ത് 2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് നമുക്കിത് സ്ട്രെയിനറിലിട്ട് അത് ഡ്രൈ ആക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിൻ്റെ പ്രൊസീജിയർ ചെയ്യാം. ഇപ്പം ഞാൻ വളരെയേറെ താങ്ക്സ് പറയാണ് വീണ ചേച്ചിക്ക് ഈ ചാമ്പയ്ക്ക എനിക്ക് തന്നതിന്. ചാമ്പയ്ക്ക ഉണ്ടായപ്പോൾ തന്നെ വൈനൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, അച്ചാറിടുന്ന ആളായതുകൊണ്ട്, ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ചേച്ചി എന്നെ വിളിച്ച് ഇത് തന്നതാണ്. വൺസ് അഗെയിൻ താങ്ക്സ് എ ലോട്ട് വീണ ചേച്ചി. നമുക്കിനിയും അച്ചാറുണ്ടാക്കുന്ന പ്രൊസീജിയറിന് മുമ്പായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇതാ നമുക്കൊരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് പുഴുവിനെല്ലാം മൊത്തത്തിൽ കളഞ്ഞിട്ട് വരാം. മഞ്ഞളും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് പുരട്ടി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് വെക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിതെല്ലാം പുരട്ടിയ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി നമുക്കിത് 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും. നമ്മളുടെ അച്ചാർ ഞാനത് ഉപ്പിലിട്ടത് ഇതാ ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചു. കാരണം പെട്ടെന്ന് കുട്ടികൾക്ക് പനി വന്നതുകൊണ്ട് അന്നേ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിതാ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴേലും അച്ചാർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേടായി പോകാതെ പെട്ടെന്ന് തന്നെ മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് സൗകര്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതാ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നല്ലെണ്ണ ഞാനും ഒരു 1/2 ലിറ്ററോളം നല്ലെണ്ണ എടുക്കുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്, അതിൻ്റെ ഹാഫോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആക്ച്വലി ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മുടെ ബാച്ചിലേഴ്സിനും അതേപോലെ വർക്കിംഗ് വുമൻസിനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാർ പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതിന് പകരം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുക്കുന്നത്. ഞാനിപ്പോൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പിക്കിൾ പൗഡർ. പിക്കിൾ പൗഡർ ഇത് സാറാസിൻ്റെ ആണ്. പിക്കിൾ പൗഡർ ഇല്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് പൊടികൾ യൂസ് ചെയ്യാം. ഇനി നമ്മളിത് എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇടുകയാണ്. കടുക് 2 രീതിയിലുള്ള കടുകുണ്ട്. വെള്ളക്കടുകുണ്ട്, ഇതുപോലെ ഫുള്ളായിട്ടുള്ള കടുകുണ്ട്. ഞാനിപ്പം ഫുള്ളായിട്ടുള്ള സാധാ കടുകാണ് ഇടുന്നത്. വെള്ളക്കടുക് അതായത് പരിപ്പ് ഉള്ള കടുക് ഇടുന്നവരുണ്ട്, അവർക്ക് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇടാം. ഞാനിതാ കടുക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉലുവയും ഒരു 1/2 കൈയോളം ഉലുവയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് ആവശ്യത്തിനുള്ള ഇനിയുള്ളത് കായവും പിന്നെ നമുക്ക് വേണ്ടുന്നത് മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെക്കാം. ഇതാ അത് പിന്നെ കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ഇടാം. എനിക്ക് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. കറിവേപ്പില ആവശ്യം പോലെ നാടുകളിലൊക്കെ ഉള്ളവർക്ക് അത് അതിനനുസരിച്ച് ഇടാം. കടുകും ഉലുവയും പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഇനിയിപ്പം നമ്മൾ ഈ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഞാൻ ഇടുമ്പം തന്നെ നമുക്കിത് പൊട്ടുന്നതായിട്ട് കേൾക്കാം. അപ്പോൾ അതുകൊണ്ടൊന്ന് കോഷ്യസ് ആയിട്ട് വേണം ഇടാൻ. കാരണം ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശവും
ഒക്കെ ഉള്ളത് കൊണ്ട്. ഇത് പ്രിസർവേറ്റീവ് എന്ന് വെച്ചാൽ ഇതിനകത്ത് വിനിഗറിൻ്റെ ഒക്കെ അംശമുണ്ട്, സോൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം അതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോഷ്യസ് ആയിട്ട് വേണം ഇടാൻ. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഫുൾ പാക്കറ്റോളം ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് നമ്മളുടെ കണ്ട പൊട്ടിത്തെറിക്കലൊക്കെ മാറിയ എണ്ണമയം ഒന്ന് മാറി ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ചാമ്പയ്ക്ക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു കൂടോളം ഫുൾ എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതാക്കണ്ട പൊട്ടലൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത പോലെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ചുകൂടെ ഉപ്പിടുവാണ്. കാരണം നമ്മൾ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പും വിനാഗിരിയുമാണ്. തന്നെയല്ല പിക്കിളിന് എപ്പോഴും ഉപ്പ് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ട ശേഷം പിക്കിൾ പൗഡർ ഇടാം. ഈ പിക്കിൾ പൗഡർ നമ്മൾക്ക് നല്ല എരിവ് കാണും. പിക്കിൾ പൗഡർ എപ്പോഴും ഞാൻ പിക്കിൾ പൗഡർ ഇടുകയാണ്. പിക്കിൾ പൗഡർ ഫുള്ളായിട്ട് ഇടേണ്ടവർക്ക് ഫുള്ളിടാം. അതല്ല ഹാഫ് ഇട്ടിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെ നമ്മളുടെ മറ്റ് മുളക് പൊടികളോ ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. അതാ ഞാനിത് സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. പിക്കിൾ പൗഡർ എനിക്ക് ഉപയോഗിച്ചതിൻ്റെ ഹാഫ് പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഹാഫ് പാക്കറ്റും ബാക്കിയുള്ളത് മുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിം അല്ലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അതാ ആ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെ മുളക് പൊടിയോ ഒക്കെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കായം. കായം കൂടെ നമുക്ക് ചേർക്കാം. കായം എൻ്റേത് തീർന്നു പോയി. അതുകൊണ്ട് ഞാനിതാ പുതിയ കായം, വലിയ കായം കട്ടയായിട്ടുള്ളത് എടുക്കുകയാണ്. നമ്മൾ ഈ കായം ഇത്രയും ഒരു പീസ് ഞാൻ ഇടുകയാണ്. മറ്റേ കായത്തിൻ്റെ പൊടിയും ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റൊരു പീസ് കായം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് വറക്കാം. കാരണം ആ കായം ഒന്ന് അലിഞ്ഞ് അതിലൂടെ ചേരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് വരാം. നമ്മുടെ കായവും മുളകും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ അതൊരു പ്രിസർവേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവാണ്. ഒരു നുള്ളു പഞ്ചസാര നമുക്കിടാം. അതായത് പൂപ്പലോ ഫംഗസോ അങ്ങനെയൊന്നും വരാതിരിക്കും ഈ പഞ്ചസാര ചേർത്താൽ. അതൊരു പൊടിക്കൈയാണ്. അതാ ഇത്രയും പഞ്ചസാര മതി. അതിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അത്രയും ചേർക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിനി നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വിനാഗിരി വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഞാനിതാ ഇനി ആ ചാമ്പയ്ക്ക ഇതിലേക്ക് ഇടുകയാണ്. നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. നീരിറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് കളഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് അത്രയും വെള്ളമയം വേണ്ട, കാരണം അത് ഫംഗസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതുകൊണ്ട് അത്രയും വെള്ളമയം വേണ്ട. ബാക്കി നമ്മളിനിയും വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. ചാമ്പയ്ക്ക ഒന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രം. നമ്മളിതെല്ലാം ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ വിനാഗിരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ കാരണം ചാമ്പയ്ക്ക എന്ന് പറയുന്ന വെള്ളം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് വിനാഗിരിയും ഉപ്പുമാണ് പ്രിസർവേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുമ്പേ കാണിച്ചതുപോലെ ഒരു നുള്ളു പഞ്ചസാര ഇടുമ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പ്രിസർവേറ്റീവായിട്ട്
അത് ഇരുന്നോളും. ചാമ്പയ്ക്ക ഒന്ന് വാടിയ ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഞാൻ വീണ്ടും ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടു. ഈ സമയത്ത് ഉപ്പ് ഒക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ കറിവേപ്പില ഉള്ളവർക്ക് ആ വറക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട സമയത്ത് ആ സമയത്ത് നന്നായിട്ട് കറിവേപ്പില വറുത്തെടുക്കണം. വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ അച്ചാറെല്ലാം ഫംഗസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്കൊന്ന് തിളച്ച് വന്ന് എണ്ണയൊന്ന് തെളിഞ്ഞ്, അതായത് ഒന്ന് വാടി എണ്ണയൊന്ന് തെളിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ നമ്മളുടെ എന്താ പറയുക, ചാമ്പയ്ക്ക നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് തന്നെ അലിഞ്ഞോളും. നമുക്ക് ഒന്ന്, അതായത് ഇതിൻ്റെ ഒന്ന് തിളച്ച എണ്ണയൊന്ന് മേലോട്ട് വന്നാൽ മാത്രം മതി. എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് അടച്ചു വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി ഒന്ന് ഗ്യാപ്പ് ഇട്ട് വേണം അടച്ചു വെക്കാൻ. ഇതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് ഇറങ്ങി അതിൻ്റെ നീരാവി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതും ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നുകിൽ അടയ്ക്കാതെ തുറന്നു തന്നെ വെച്ച് ഇത് ആറാനായിട്ട് വെക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈച്ചയൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹാഫായിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ ഇടുക. അപ്പോൾ ചൂടെല്ലാം വെളിയിലോട്ട് വെക്കോളും. ഇതാ നമ്മളുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിനും അതേപോലെ വർക്കിംഗ് ലേഡീസിനും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇത്. ചാമ്പയ്ക്ക എന്നുള്ളതിന് പകരം ഇപ്പം കടുമാങ്ങ അല്ലെങ്കിൽ ഉപ്പ് വേറെ എന്ത് അച്ചാറാണേലും ഇങ്ങനെ ചെയ്യാം. ചാമ്പയ്ക്കയുടെ സ്ഥാനം മാത്രം മാറ്റിയാൽ മതി. മെത്തേഡെല്ലാം സെയിമാണ്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് നമ്മൾ വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.